2025 സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഡെയിലി ഒരു 1% വെച്ചിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് എടുക്കാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി 365 ദിവസം കഴിയുമ്പോൾ, അതായത് 2025 കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ 3700 രൂപ ഉണ്ടാവും. അതായത് നിങ്ങളുടെ 100 രൂപയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 37 മടങ്ങായി മാറിയിട്ടുണ്ടാവും. അതാണ് 1%ന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് എങ്ങനെ ഈ ഒരു 1% എന്നുള്ളൊരു ഒരു കാര്യം നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഒരു സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 2022 ടൊയോട്ട അവരുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വിട്ടപ്പോൾ അവരുടെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഇയർ ഓൺ ഇയർ 9.2% ആയിരുന്നു സെയിലിന്റെ പുറത്ത്. അതായത് അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റർ ആയിരുന്നു വോക്സ് വാഗനേക്കാളും 2 മില്യൺ പ്ലസ് കാറുകളാണ് ടൊയോട്ട വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൈസൻ സ്ട്രാറ്റജി എന്ന് പറയും. ആക്ച്വലി വാട്ട് ഈസ് കൈസൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ കണ്ടിന്യൂ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം സെയിം കാര്യം വീണ്ടും പ്രോസസ് ചെയ്യാം. അപ്പൊ ഇതാണ് ആക്ച്വലി ടൊയോട്ട അവരുടെ ഒരു സെയിൽസിലും അവരുടെ മറ്റുള്ള, അതായത് അവരുടെ ഇൻഡസ്ട്രിയിലും കാര്യങ്ങളിലൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൈസൻ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കൈസൻ സ്ട്രാറ്റജി എന്താണോ, ഈ ഒരു ഫിലോസഫി എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതിനുള്ളൊരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ബ്രഷ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരു 2 ദിവസം ബ്രഷ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ആഴ്ച നിങ്ങൾ ബ്രഷ് ചെയ്തില്ല, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു 5 വർഷം നിങ്ങൾ കണ്ടിന്യൂസ്ലി ബ്രഷ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയാണ് ഈ കൈസൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ കൈസൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ 1% വെച്ച് ഡെയിലി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 365 ഡേയ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം 37 മടങ്ങോളം നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. സോ കൈസൻ സ്ട്രാറ്റജി കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെയിലി ഒരു 1% ഇംപ്ലിമെന്റ് കൊണ്ടുവരിക. ആ ഒരു 1% നിങ്ങൾ ഡെയിലി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം 10 വർഷം കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിലും എന്ത് ലൈഫിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഒരു വലിയ കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഗോളായിരിക്കും. അപ്പൊ ആ ഒരു വലിയ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് എങ്ങനെ പ്രോസസ് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങളാക്കിയിട്ട് ഈ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ 1% വെച്ചിട്ട് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഡെയിലി ചെറിയ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഒരു 1%ന്റെ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ഡെയിലി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മറികടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ഒരു 1%ന്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു ഇംപ്ലിമെന്റ് കൊണ്ടുവരണം, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൈസൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു ടോട്ടൽ സമ്മ്, അതാണ് നിങ്ങളുടെ ഒരു ടോട്ടൽ സമ്മായിട്ട് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് ചെറിയ റിവാർഡുകളും കൂടി അതിന്റെ കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും ഒരു മൈൻഡിന് വേണ്ടത്, നമ്മുടെ തലച്ചോറിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള റിവാർഡ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് ചെറിയ റിവാർഡ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു 1% ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കൈസൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഈ ഒരു സംഗതി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ ബിസിനസ് ലൈഫിലും ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് മാക്സിമം റിട്ടേൺസ് അതിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്
നോക്കുക. കാരണം റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനാൻഷ്യൽ റിട്ടേൺസ് മാത്രമല്ല, അതല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന 1% ഒരു ഇംപ്രൂവ്മെന്റ്, ഒരു ഇംപ്ലിമെന്റ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഓവറോൾ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ 1% ഡെയിലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.